ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. വിഷ്ണു ഏട്ടാ, രോഹിത് അത് ഒളിപ്പിച്ചു വെച്ച സ്ഥിതിക്ക് അതിലെന്തോ രഹസ്യമുണ്ട്. അത് കണ്ടുപിടിച്ചേ പറ്റൂ. അത് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ മക്കൾ എവിടെയാണെന്നും ഇതിൻ്റെ പിന്നിൽ ആരാണെന്നൊക്കെ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ശ്യാമ ആ അലമാരി മുഴുക്ക പരിശോധിക്കുവാണ്. പെട്ടെന്നാണ് ഒരു തുണി താഴെ വീഴുന്നതും അത് കുനിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു ബാഗ് ഇരിക്കുന്നു. ആ ബാഗ് എടുത്ത് വെച്ച് നോക്കുവാണ്. കുഞ്ഞേച്ചി, ഈ പേപ്പറുകളാണ് അന്ന് രോഹിത് കൈവച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ശാലിനി ആ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ പ്രമാണങ്ങളാണ്. അതിൽ വീടും സ്ഥലവും ശ്യാമയുടെ പേരിൽ രോഹിത് എഴുതിയിരിക്കുവാണ്. പക്ഷേ അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിനോടൊപ്പം രോഹിത് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണു അത് വായിക്കുവാണ്. ശ്യാമേ, ഇതൊരിക്കലും നീ എഴുതി തിരിച്ചു കൊടുക്കരുത്. ഇതിനെൻ്റെ ജീവൻ്റെ വിലയാണ്. അതുകൊണ്ട് നീ ഇത് സൂക്ഷിച്ചോണം എന്നാണ് ലെറ്ററിൽ എഴുതിയിരുന്നത്. ശ്യാമ ആ ലെറ്റർ വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വായിക്കുവാണ്. എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ നീ ഇത് സൂക്ഷിച്ചു വെക്കണം. ഒരു കാരണവശാലും ഇത് അവർക്ക് എഴുതി കൊടുക്കരുത്. കാരണം ഇതെൻ്റെ ജീവൻ്റെ വിലയാണ്. അപ്പോൾ ശാലിനി പറയുന്നുണ്ട്, അപ്പോഴിത് തിരിച്ചെഴുതി കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ മക്കളെ അവർ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. അപ്പോഴെൻ്റെ സംശയം ശരിയാ കുഞ്ഞേച്ചി, വിളിച്ചിരിക്കുന്നത് സുസ്മിത തന്നെയാണ്. അപ്പോൾ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും രോഹിത് പോയിരിക്കുന്നത്. വിഷ്ണു പറയാ, അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ ഇത് പോവില്ല. അവരൊരുക്കിയിരിക്കുന്ന കെണിയിലോട്ട് രോഹിത് ഇപ്പം ചെന്ന് ചാടിയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അനു ശാലിനിയെ വിളിച്ച് പറയുന്നുണ്ട്, രോഹിത്തിൻ്റെ ഫോണിലോട്ട് അവസാനമായിട്ട് വിളിച്ചിരിക്കുന്നത് സുസ്മിതയാണ്. സുസ്മിത വിളിച്ചിട്ട് തന്നെയാണ് രോഹിത് പോയിരിക്കുന്നത്. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമായി, സുസ്മിതയുടെ കെണിയിലോട്ടാണ് ചെന്ന് ചാടിയിരിക്കുന്നത് രോഹിത്. ശാലിനി, അപ്പോൾ നമ്മുടെ മക്കളും അവിടെ കൈ തന്നെ ആയിരിക്കും ഉള്ളത്. വിഷ്ണു ആകെ വെപ്രാളം പിടിച്ചിട്ട് പറയുക, നമ്മൾ എന്തെങ്കിലും ഉടനെ ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും. വിഷ്ണുവേട്ട, ബുദ്ധി കൊണ്ട് കളിക്കുന്നവളാണ് സുസ്മിത. മക്കളെ വെച്ച് വിലപേശി രോഹിത്തിനെ കൊണ്ട് ഡോക്യുമെൻറ്റ്സ് എഴുതി മേടിക്കണം. അത് മാത്രമാണ് അവളുടെ ലക്ഷ്യം. ഏതായാലും രജിസ്ട്രേഷൻ എന്നുള്ളൊരു വലിയ കടമ്പ കടക്കാനുള്ളതുകൊണ്ട് എന്തായാലും ആരുടെയും ജീവൻ അപകടം ഉണ്ടാകില്ല. പക്ഷേ അതുവരെയുള്ള സമയം നമുക്ക് വളരെ വിലപ്പെട്ടതാണ് വിഷ്ണുവേട്ട. എന്തെങ്കിലും ചെയ്യാൻ ഈ സമയം കൊണ്ട് മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ. ഇത് മതി ശാലിനി. സുസ്മിതയുടെ തലവര മാറ്റി എഴുതാനുള്ള ദിവസമായിരുന്നു. ഇനി ഇതുപോലുള്ള കളി അവൾ ആരോടും കളിക്കരുത്. അതിനുള്ള പണി അവൾക്ക് കൊടുത്തേ പറ്റൂ. സുസ്മിത പറഞ്ഞതനുസരിച്ച് ആ ഗുണ്ടകൾ പപ്പിയും സത്യവും കൊണ്ട് മണിമല എസ്റ്റേറ്റിലോട്ട് വന്നിരിക്കുവാണ്. മക്കളുടെ രണ്ടുപേരുടെയും ബോധം തെളിയുന്നുണ്ട്. അവർ ബഹളം വെക്കാൻ തുടങ്ങി. വീട്, ഞങ്ങളെ എവിടെ കൊണ്ടുപോവാ, വീട് എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. അവർ പൊക്കിയെടുത്ത് കുഞ്ഞുങ്ങളെ ആ മുറിയിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുവാണ്. രണ്ട് മക്കളും അവരോട് ശരിക്കും മല്ലടിക്കുന്നുണ്ട്. അവരെ കടിക്കുകയൊക്കെ ചെയ്തിട്ട് രണ്ടുപേരും ഓടുവാണ്. അങ്ങനെ ഓടുമ്പോൾ അവരുടെ പുറകിൽ അവരും ഓടുന്നുണ്ട്. സത്യമോളാണെങ്കിൽ അവിടെ പുറകെ ഓടി വരുന്ന ഗുണ്ടയുടെ മുഖത്തോട്ട് ഒരു പിടി മണ്ണ് വാരി ഒരൊറ്റയേറ്. അവൻ്റെ കണ്ണിലെല്ലാം മണ്ണായി. അതുപോലെ തന്നെ പപ്പിമോടെ പുറകിന് വന്നവൻ്റെ നേരെ പപ്പിമോൾ ഇങ്ങനെ മണ്ണെറിയാൻ നോക്കുമ്പോൾ അവൻ പെട്ടെന്ന് കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ട് പപ്പിമോൾ മണ്ണെറിഞ്ഞത് അവൻ്റെ കണ്ണിൽ വീണില്ല. അവൻ പപ്പിമോളെ പൊക്കി അങ്ങ് എടുത്തു കഴിഞ്ഞു. സത്യ മണ്ണെറിഞ്ഞിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു ഗുണ്ട വന്ന് അവളെ പൊക്കിയെടുത്ത. അങ്ങനെ പപ്പിയും സത്യ അവന്മാരുടെ കയ്യിലായി കഴിഞ്ഞു വീണ്ടും. അങ്ങനെ അവരെ ആളൊഴിഞ്ഞ മുറിക്കകത്തോട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടു നിർത്തിയാണ്. സത്യയും പപ്പി ഇങ്ങനെ ചുറ്റുപാടും നോക്കുന്നുണ്ട്. സത്യമോൾ പൊതുവേ ഇച്ചിരി മിടുക്കിയാണല്ലോ. അവൾ നോക്കിയിട്ട് പപ്പിയോട് പറയുന്നു, പപ്പി ഓടിക്കുമെന്ന്. അവരോടാൻ ശ്രമിക്കുവാണ്. വീണ്ടും ആ ഗുണ്ടകൾ അവരെ പിടിച്ചു നിർത്തി. ഗുണ്ടാത്തലവൻ പറയുന്നു, എനിക്ക് നിങ്ങളെപ്പോലുള്ള കുട്ടികളെ കാണുന്നതിന് ഇഷ്ടമല്ല. നിങ്ങളെ രക്ഷിക്കാൻ ആരാ വരുന്നതെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. ഇത് കൊടുങ്കാടാണ്. ആരും വരത്തില്ല നിങ്ങളെ രക്ഷിക്കാൻ. മര്യാദയ്ക്ക് ഇവിടെ കിടന്നോണം. ഇല്ല, ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. പപ്പി വാ, മിണ്ടരുതെന്നല്ലേ പറഞ്ഞു. കൊന്നുകളെ ഞാൻ രണ്ടിനെ കൊന്നേ, ഞാൻ കൊക്കയിലെറി എന്നിങ്ങനെ പറയുമ്പോൾ പപ്പി അങ്ങ് വിഷമിക്കുകയും പേടിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് പെട്ടെന്ന് സത്യ പപ്പിയുടെ ചെവിയിലോട്ട് പതുക്കെ പറയുന്നു, പപ്പി ഒരു കാരണവശാലും പേടിക്കരുത്, ധൈര്യത്തെ നിൽക്കണം കേട്ടോ. മിണ്ടാതെ പറയുന്ന അനുസരിച്ച് ഇവിടെ കിടന്നില്ലേ കൊന്ന് പുഴയിലെറിയൊന്നാ എറിഞ്ഞിരിക്കും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അനങ്ങാതെ നിൽക്കുക. എന്താ ആശാനെ, ഇവളുമാർ പറഞ്ഞിട്ട് പോലെ കൊച്ചുങ്ങൾക്കൊരു പേടിയില്ലല്ലോ. പപ്പിമോള് പറയാ, നിങ്ങളെന്തോന്ന് ഗുണ്ട, നിങ്ങളെക്കാളൊക്കെ വലിയ ഗുണ്ടയാണ് എൻ്റെ വിഷ്ണു അച്ഛൻ. അങ്ങനെ വിഷ്ണുവിൻ്റെ കുറച്ച് പ്രകടനങ്ങളൊക്കെ അങ്ങോട്ട് പപ്പി വർണ്ണിക്കുന്നുണ്ട് അവരോട്. ഗുണ്ടാത്തലവൻ പറയുന്നു, എടാ ആ മരുന്നെടുത്ത് ഇവളുമാരുടെ മൂക്കി തേച്ചോ. ഇവളുമാർ സാധാരണക്കാരല്ല, വിളഞ്ഞ വിത്തുകളാ. അത് കേട്ടതും സത്യ പപ്പി ഓടിക്കോ എന്ന് പറയുകയും രണ്ടുപേരുടെ വെച്ച് ഓടുവാണ്. അവന്മാരും പുറകിന്. എന്ത് ചെയ്യാനാ, കുഞ്ഞുങ്ങളല്ലേ. അവന്മാർ ഓടി വന്ന് രണ്ടിനെയും പൊക്കിയെടുത്ത് വീണ്ടും റൂമിലോട്ട് കൊണ്ടുപോവാണ്. വിഷ്ണു ശാലിനിയോട് പറയാ, ഇനി നമുക്ക് മുന്നോട്ടുള്ള വഴി തെളിച്ചു തരേണ്ടതേ മറ്റാരുമല്ല, സുസ്മിത തന്നെയാ. ഞാനിപ്പോൾ അവളുടെ അടുത്തേക്ക് തന്നെ പോവുകയാണ്. വിഷ്ണുവേട്ട, പക മനസ്സിൽ നിറച്ചു വെച്ചിരിക്കുന്ന അവൾക്ക് ബന്ധങ്ങളുടെ വില അറിയില്ല. വിഷ്ണുവേട്ടൻ സൂക്ഷിക്കണം. തിരിച്ചടിക്കാൻ വേണ്ടി അവൾ പല വഴികളും നോക്കും. അവളുടെ ആ വഴികളൊക്കെ വെറും പാഴ്വഴികളാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കടമ നമുക്കുണ്ട് ശാലിനി.
ഇന്ന് അവൾക്ക് ഞാനത് മനസ്സിലാക്കി കൊടുത്തിട്ടേ വരുത്തുള്ളൂ എന്നും പറഞ്ഞ് വിഷ്ണു പോകാനൊരുങ്ങുമ്പോൾ ശ്യാമ ചോദിക്കുന്നു, വിഷ്ണുവേട്ട അപ്പോൾ രോഹിത്തും കുഞ്ഞുങ്ങളും ഞാൻ അവരെയും കൊണ്ടേ തിരിച്ച് വരുത്തുള്ളൂ എന്നും പറഞ്ഞ് വിഷ്ണു അവിടുന്ന് ഓട്ടോ ഓടിച്ച് പോവുകയാണ്. കുഞ്ഞേച്ചി, നമ്മുടെ മക്കളെ അവർ ഉപദ്രവിക്കുമോ? എനിക്ക് ഓർത്തിട്ട് സഹിക്കാൻ വയ്യ. ശ്യാമേ, രോഹിത്തിനെ കൊണ്ട് ഡോക്യുമെൻറ്റ്സ് എഴുതി വാങ്ങിക്കാനുള്ള തന്ത്രമാണ് സുസ്മിതയുടെ ഇതെല്ലാം. അല്ലാതെ അവൾ മക്കളെ ഉപദ്രവിക്കുകയൊന്നുമില്ല. വിഷ്ണുവേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ, നീ സമാധാനമായിട്ടിരിക്കും. ശാലിനി അനുവിനെ വിളിച്ച് പറയുന്നുണ്ട്, ഇതിൻ്റെ എല്ലാം പിന്നിൽ സുസ്മിതയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അനു എനിക്ക് ചെയ്തു തരേണ്ടത് മുമ്പേ വിളിച്ച ഫോണിൻ്റെ ആ ലൊക്കേഷൻ എനിക്കൊന്ന് ഇട്ടു തരണം. അതുമാത്രമല്ല, അനു പെട്ടെന്ന് വീട്ടിലോട്ടൊന്ന് വരികയും വേണം. ശരി മാഡം, ഞാനെല്ലാം ഉടനെ തന്നെ ചെയ്യാം എന്നും പറഞ്ഞ് അനു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ശാരദാമ്മയ്ക്കാണെങ്കിൽ സങ്കടമെല്ലാം സഹിക്കാൻ വയ്യാതെ ശാരദാമ്മ പൂജാ റൂമിൽ വന്ന് വിളക്ക് കത്തിച്ച് ദൈവങ്ങളോട് പ്രാർത്ഥിക്കുവാണ്. എൻ്റെ ദൈവങ്ങളെ, ഞാൻ എൻ്റെ മക്കൾക്കും എൻ്റെ കുഞ്ഞുമക്കൾക്കും വേണ്ടി മാത്രമല്ല നിങ്ങളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ കരഞ്ഞ് യാചിച്ചിട്ടുള്ളൂ, അല്ലാതെ ഞാൻ മറ്റൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. എൻ്റെ കുഞ്ഞുമക്കൾ എവിടാ? എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഒരാപത്തും വരുത്തല്ലേ എൻ്റെ ദേവി. എൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കാതിരിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. എൻ്റെ മക്കളെ ഒരാപത്തും കൂടാതെ എൻ്റെ കയ്യിൽ എത്തിക്കണേ എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. അപ്പോൾ അനു അങ്ങോട്ട് വരുന്നുണ്ട്. മോളെ, ശാലിനി ഇങ്ങ് എത്തിയില്ലല്ലോ, ഇപ്പോൾ വരുമായിരിക്കും, എന്നോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞ്. ആ മോൾ അകത്ത് കയറിയിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ ശാലിനിയും ശ്യാമയും കൂടെ ഒരു ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് വരുവാണ്. മോളെ ശാലിനി, കുഞ്ഞുങ്ങളെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? ശാരദാമ്മ നിന്ന് പൊട്ടിക്കരയുവാണ്. എൻ്റെ കുഞ്ഞുമക്കൾ എവിടാ? അത് അമ്മേ, ഒരു സൂചനകൾ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്, അതിൻ്റെ പിന്നാലെ ഞങ്ങളെല്ലാവരും. അമ്മ ഇങ്ങനെ സങ്കടപ്പെടാതെ, മക്കൾക്കൊരാപത്തും വരില്ല, ഞങ്ങൾ അവരെ കൊണ്ടുവരും തിരിച്ച്. എനിക്കതൊന്നും കേൾക്കണ്ട ശാലിനി, എത്രയും പെട്ടെന്ന് എനിക്കെൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്തുണ്ടാകണം, എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. ശ്യാമ പറയും, അമ്മേ, എല്ലാ വഴികളും ഞങ്ങൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ രോഹിത് ഇവിടുന്ന് പോയിരിക്കുന്നതും കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. ശാരദാമ്മ ശാലിനിയോട് പറയുക, എൻ്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ആരായാലും, എത്ര കൊമ്പത്താൾക്കാരായാലും അവരെ വെറുതെ വിടില്ല മോളെ. ഇനി ഒരാളോടും ഒരു കുട്ടികളോടും അവരിങ്ങനെയുള്ള ക്രൂരത കാണിക്കരുത്. അനു പറയുന്നു, സുസ്മിതയാണ് ഇതിൻ്റെ എല്ലാത്തിനും പുറകിൽ, എത്രയും പെട്ടെന്ന് മാഡം പോലീസിനെ അറിയിക്കണം. സുസ്മിതയെ രക്ഷിക്കാൻ വേണ്ടി കേരള പോലീസ് കവചമൊരുക്കി രാവും പകലുമായി കാത്തിരിക്കുവാണ്. അങ്ങനെ അവരങ്ങനെ തയ്യാറായിരിക്കുമ്പോൾ നമ്മൾ എവിടെ ചെന്നാണ് പരാതി കൊടുക്കേണ്ടത്? നമ്മൾ കൊടുക്കുന്ന പരാതിക്ക് ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ വില പോലും അവർ തരില്ല. തൻ്റെ ഇടമാണിതെല്ലാം. പണവും സ്വാധീനവും ഒക്കെ കയ്യിലുണ്ടെന്നുള്ള ഒരു പെണ്ണിൻ്റെ തൻ്റെ ഇടം. അവളുടെ ആ പൂണ്ട് വിളയാടൽ അവസാനിപ്പിക്കാൻ പോലീസിനെ കൊണ്ടാവില്ല, നല്ല തൻ്റെ ഇടമുള്ള ആണൊരുത്തനെ കൊണ്ടേ പറ്റൂ. അവളുടെ കാരണം നോക്കി പൊട്ടിക്കാൻ തൻ്റെ ഇടമുള്ള ആണൊരുത്തനെ കൊണ്ട്. അതിന് ആണൊരുത്തൻ ഇവിടുന്ന് പോയിട്ടുണ്ട്. അവൾ എൻ്റെ കുട്ടികളെ ഏത് മാളത്തിൽ കൊണ്ട് ഒളിപ്പിച്ചാലും എൻ്റെ വിഷ്ണുവേട്ടൻ അവരെയും കൊണ്ടേ വരുത്തുള്ളൂ. അമ്മ സമാധാനമായിട്ടിരി, മക്കൾക്കൊരാപത്തും വരില്ല. അമ്മ തിരിവെച്ച് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളില്ലേ, അത് മാത്രം മതി നമുക്ക്. ആ ഒരു ശക്തി മതിയമ്മേ നമുക്ക്. ആ ഒരു ശക്തി കൊണ്ട് വിഷ്ണുവേട്ടൻ കുട്ടികളെ രക്ഷിച്ചിവിടെ കൊണ്ടുവന്നിരിക്കുവമ്മേ. അവിടുന്ന് കിട്ടിയ ഡോക്യുമെൻറ്റ്സ് എല്ലാം ശാലിനി അനുവിനെ ഏൽപ്പിക്കുവാണ്. ഇത് പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ആണ്. ആ വീടും സ്ഥലമെല്ലാം രോഹിത് ശാലിനിയുടെ പേർക്ക് എഴുതിയിരിക്കുവാണ്. പക്ഷേ ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അനു ഇത് സൂക്ഷിച്ചോണം എന്നും പറഞ്ഞ് ശാലിനി കൊടുക്കുവാണ്. എന്നിട്ട് എൻ്റെ നടപടികൾക്ക് വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ശാലിനി അനുവിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ ആകെ ദേഷ്യം പിടിച്ചിങ്ങനെ ഓട്ടോറിക്ഷ സ്പീഡിൽ ഓടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. രോഹിത്തിന് എപ്പോഴാണ് ബോധം തെളിയുന്നത് നോക്കിക്കൊണ്ട് സുസ്മിതയും ഉപേന്ദ്രനും ഒരു പേപ്പറും പേനയൊക്കെ ആയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുവാണ്. രോഹിത് ചെറുതായിട്ട് അനങ്ങാനും ഞരങ്ങാനും മൂളാനും ഒക്കെ തുടങ്ങി. പതുക്കെ അവൻ തല ഇങ്ങനെ പിടിക്കുന്നുണ്ട്. തലയ്ക്ക് നല്ല വേദന, ശരിക്കും അടി കിട്ടിയിട്ടുണ്ടല്ലോ തലയ്ക്ക് ചന്ദ്രബോസിൻ്റെ കയ്യിൽ നിന്നും. രോഹിത് പതുക്കെ എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് ഉപേന്ദ്രനും സുസ്മിതയും അങ്ങ് ചിരിക്കുവാണ്. ഉപേന്ദ്രൻ ചോദിക്കുന്നു, എങ്ങനെയുണ്ട് ഉറക്കം? നല്ലോണം ഉറങ്ങിയായിരുന്നോ? രോഹിത് എഴുന്നേക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിക്കുന്നു, എൻ്റെ കുട്ടികളെവിടെ? കുട്ടികളെയൊക്കെ ഞങ്ങൾ തരാം, അതിനു മുമ്പേ നമ്മൾ ചില കൊടുക്കൽ വാങ്ങലൊക്കെ ഉണ്ടല്ലോ എന്ന് ഉപേന്ദ്രൻ പറയുക. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതല്ലേ എന്നിങ്ങനെ രോഹിത് പറയുമ്പോൾ സുസ്മിത പറയുക, അതെന്ത് നന്ദിയില്ലാത്ത വർത്തമാനമാടാ നീ പറയുന്നത്. നിന്നെ വിശ്വസിച്ചല്ലയോ ആ വീടും പറമ്പും നിൻ്റെ പേരിൽ എഴുതി തന്നത്. എപ്പോൾ വേണമെങ്കിലും തിരിച്ചെഴുതി തരാമെന്ന് നമ്മൾ വാക്കാൽ കരാറും ഉണ്ടാക്കിയതാ. രോഹിത് പറയുന്നു, അത് വാക്കാലല്ലേ, അതൊക്കെ പ്രാവർത്തികമാക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അത് കേട്ടോണ്ട് ഉപേന്ദ്രൻ പറയാ, അപ്പോഴേ നടക്കുന്ന കുറേ കാര്യങ്ങൾ ഞങ്ങളും അങ്ങ് ചെയ്യും, അത് നീ അങ്ങ് സഹിച്ചോണം. ആ സമയത്ത് നമ്മുടെ വിഷ്ണുവിൻ്റെ ഓട്ടോറിക്ഷയോടെ വന്നിട്ടുണ്ട്. അവിടെ ആരൊക്കെ ഉണ്ട് എന്തൊക്കെയാണെന്ന് വിഷ്ണു ഇങ്ങനെ നോക്കുവാണ്. രോഹിത് കരഞ്ഞോണ്ട് രണ്ട് കൈയും കൂപ്പി തൊഴുന്നോണ്ട് പറയുന്നത്, നമ്മൾ തമ്മിലുള്ള പ്രശ്നത്തിന് ദയവ് ചെയ്ത് കുട്ടികളെ വലിച്ചഴക്കരുത്. അത് നീ പറഞ്ഞത് ന്യായം, പക്ഷേ അതിലേക്ക് കടക്കണമെങ്കിലേ നീ ചില മര്യാദകൾ ഞങ്ങളോട് കാണിക്കണം.
അതെന്താണെന്നൊക്കെ ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ. സുസ്മിത പറയുക, രോഹിത്തെ വളച്ചുകെട്ടില്ലാതെ നിന്നോട് പറയാം. നിന്റെ പേരെഴുത്തുന്ന വീടും വസ്തു ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ പേര് തിരിച്ചെഴുതി തരണം. അപ്പോൾ കുട്ടികളെ ഞങ്ങൾ വിട്ടുതരും. ഇത് വിഷ്ണു അവിടെ നിന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ നീ കുട്ടികളെ കാണത്തതേ ഇല്ല. ഉപേന്ദ്രൻ പറയുക, ഇത് ചുമ്മാതെ പറയുന്നതല്ല, പറഞ്ഞത് സത്യവാ. അയ്യോ സുസ്മിതേ എന്നും പറഞ്ഞ് രോഹിത് കരയുന്നുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ സമ്മതിച്ചു, പക്ഷേ അതിനു മുമ്പ് എൻ്റെ ഇടവും വലവാട്ട് എൻ്റെ കുട്ടികൾ വേണം. സുസ്മിത പറയുന്ന ഇവൻ ഒരു നടയ്ക്ക് പോകുന്ന ലക്ഷണമില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവരില്ലാതെ, എൻ്റെ കുട്ടികളില്ലാതെ ഞാൻ ഒപ്പിടുന്ന പ്രശ്നമില്ല. ഉപേന്ദ്രൻ പെട്ടെന്ന് ദേഷ്യത്തോടെ, നീ എന്താടാ ആളെ കൊച്ചാക്കുവാണോടാ എന്നും പറഞ്ഞ് രോഹിത്തിൻ്റെ കഴുത്തേലിങ്ങനെ പിടിച്ചിട്ട് പറയുന്നു, ഞങ്ങൾ ഇവിടെ നിന്ന് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതിടാ, നിൻ്റെ ആ കുഞ്ഞുങ്ങളെ ആ കായൽ വരമ്പത്തോടെ ഒഴുകി നടക്കും. അത് കേട്ടോണ്ട് സഹിക്കുവോ നമ്മുടെ വിഷ്ണുവിന്? വിഷ്ണു അങ്ങോട്ട് ഓടി ചെല്ലുവാണ്. ആ സമയത്ത് ഉപേന്ദ്രൻ ഇങ്ങനെ പിടിച്ച് എറിയുവാണ് രോഹിത്തിനെ. രോഹിത്ത് അങ്ങോട്ട് പോയി വീഴുന്നത് വിഷ്ണുവിൻ്റെ ദേഹത്തോട്ടാണ്. വിഷ്ണു അവനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അത് കണ്ടോണ്ട് ഒരു പുച്ഛത്തോടെ സുസ്മിത പറയുക, ഓ രക്ഷകരെത്തിയല്ലോ. വന്നിരിക്കുന്നത് എന്താ, കുട്ടികളെ രക്ഷിക്കാനോ അതോ ഇവനെ രക്ഷിക്കാനോ? രണ്ടായാലും കാര്യം നടക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ സുസ്മിത പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തിലെ കണ്ണു മുളപ്പിച്ചുകൊണ്ട് വന്ന് ഉപേന്ദ്രനെ നോക്കിയിട്ട് പറയുന്നത്, വന്നിരിക്കുന്നത് വിഷ്ണുവാണ്. കുട്ടികൾ എവിടെടി എന്ന് ചോദിക്കുമ്പോൾ അവൾ പുച്ഛത്തോടെ ചിരിക്കുന്നു. അത് കണ്ടുകൊണ്ട് പെട്ടെന്ന് ഉപേന്ദ്രൻ്റെ കഴുത്തിന് കയറി കുത്തി അങ്ങ് പിടിച്ച്, പറയടാ എൻ്റെ കുട്ടികൾ എവിടെയാണെന്ന്. നീ ഇവിടെ ഏതാണ്ടൊക്കെ നടത്താൻ വന്നതല്ലേടാ, നടത്തി കാണിക്കടാ എന്നും പറഞ്ഞ് ഉപേന്ദ്രൻ വിഷ്ണുവിനോട് ചൂടാകുവാണ്. അതേടാ നടത്തി കാണിക്കാൻ പറഞ്ഞ് കൊടുത്തൊരൊറ്റടി ഉപേന്ദ്രന് വിഷ്ണു വിട് എന്നും പറഞ്ഞ് അലറുവാണ് സുസ്മിത. ഞാൻ പറയുന്നത് നീ കേക്ക്, നീ ഉദ്ദേശിച്ച് വന്ന ആരും ഇവിടെ ഇല്ല. ഞാൻ പറയുന്നത് കേട്ട് മുന്നോട്ട് പോയാൽ നിൻ്റെ കുട്ടികൾ ഭദ്രമായി നിൻ്റെ അടുത്ത് വന്ന് ചേരും. പക്ഷേ അതിനൊക്കെ ഞാൻ ഈ കാണിക്കുന്ന ഡോക്യുമെൻറ്റ്സിലെല്ലാം ഇതാണ്ട് ഇവൻ ഈ രോഹിത് ഒപ്പിടേണ്ടി വരും. നീ എന്നെ പേടിപ്പിക്കുന്നോടി, അതും ഈ വിഷ്ണുവിനെ എന്നും പറഞ്ഞ് വിഷ്ണു സകല ദേഷ്യമെടുത്ത് സുസ്മിതയുടെ കഴുത്ത് പിടിച്ച് ഞെക്കുവാണ്. അത് കണ്ടുകൊണ്ട് രോഹിത്, വേണ്ട വേണ്ട ബ്രോ വേണ്ട, ഞാൻ എവിടെ വേണേലും നിങ്ങൾക്ക് ഒപ്പിട്ട് തന്നേക്കാം, എനിക്കൊന്നും വേണ്ട. രണ്ട് കൈയും തലയെ വെച്ച് കരഞ്ഞുകൊണ്ട് രോഹിത് പറയാം, എനിക്കെൻ്റെ കുടുംബം മാത്രം മതി. വിഷ്ണുവിനെ നോക്കി രോഹിത് കരയുവാണ്. ഞാൻ എല്ലാം ഒപ്പിട്ട് കൊടുത്തേക്കാം. വിഷ്ണു പറയുന്നു, എടാ നീ ആരെ കണ്ടോണ്ടാ ഇവിടെ വാക്ക് കേട്ടിട്ടാണോടാ എന്നും പറഞ്ഞ് വീണ്ടും കൊടുക്കുവാണ്. സുസ്മിതയുടെ കഴുത്തിന് പിടിച്ച് ഞെരിക്കുന്നു. രോഹിത് കരഞ്ഞുകൊണ്ട് വിഷ്ണുവിനെ പിടിച്ച് മാറ്റുക. വേണ്ട, പപ്പിയും സത്യയും എനിക്ക് എൻ്റെ മക്കളെ വേണം. ഞാൻ ഒരുപാട് തെറ്റുകൾ നിങ്ങളോട് ചെയ്തിട്ടുണ്ട്. രണ്ട് കൈയും തൊഴുതുകൊണ്ട് വിഷ്ണുവിനോട് പറയുമെന്ന്, എല്ലാത്തിനും മാപ്പു. ഒരു പക്ഷേ എനിക്കിനി ഇത് പറയാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നേ എന്നും പറഞ്ഞ് രോഹിത് ഒരു പ്രാന്തനെ പോലെ സുസ്മിതയോട് ചോദിക്കുന്നത്, എവിടൊക്കെയാണ് ഞാൻ നിനക്ക് ഒപ്പിട്ട് തരേണ്ടത്, പറ കാണിക്ക് എന്നും പറയുമ്പോൾ സുസ്മിത കൊടുക്കുന്ന ആ പേപ്പറിലെല്ലാം രോഹിത് അങ്ങ് ഒപ്പിടുവാണ്. ഒപ്പിട്ടുകൊണ്ട് ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. ഓരോ ഒപ്പിടുമ്പോഴും രോഹിത്തിൻ്റെ മനസ്സിൽ അവരുടെ ആ പഴയ വീട്, സത്യാമ്മയുടെ വീട് അവൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. കണ്ണുനീര് ഒഴുക്കിക്കൊണ്ടാണ് അവൻ ഇങ്ങനെ ഒപ്പിടുന്നത്. എന്നിട്ട് അവസാനം വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. ആ നോട്ടത്തിൽ എന്തോ ഒരു പന്തികേടുണ്ട്. കാരണം രോഹിത് എന്തെങ്കിലും തരികട ആ പ്രമാണത്തിൽ കാണിച്ചിട്ടുണ്ടോ, അവൻ ശരിക്കല്ലയോ ഒപ്പിടുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല. രോഹിത് ഒപ്പിട്ട ആ പേപ്പറുകളെല്ലാം ഇങ്ങനെ പിടിച്ച് വാങ്ങിച്ചിട്ട് സുസ്മിത പറയുന്നു, ഇത് രജിസ്റ്റർ ആയതിനു ശേഷം കുട്ടികൾ നിങ്ങളുടെ അടുത്തെത്തും. വിജയഭാവത്തിൽ അഹങ്കാരത്തോടെ ഉപേന്ദ്രനും വിഷ്ണുവിനോട് പറയുന്നു, നീ പോയി സമാധാനത്തെ കിടന്നുറങ്ങ്, കുട്ടികൾ ഞങ്ങളുടെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. നാളെ അപ്പം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കാണാം. തീവാറുന്ന കണ്ണുകളോടെ വിഷ്ണു ഇങ്ങനെ ഉപേന്ദ്രനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നാളെയാണ് രജിസ്ട്രേഷൻ. പക്ഷേ ഈ രാത്രി തന്നെ വിഷ്ണുവും രോഹിത്തും ചേർന്ന് കുട്ടികളെ കണ്ടുപിടിക്കും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.